പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ CPIM തീരുമാനം വൈകിയേക്കും. മുഖ്യമന്ത്രി ആര് എന്നറിഞ്ഞിട്ട് പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണമോ എന്ന് നിശ്ചയിക്കാമെന്നാണ് പിണറായി വിജയന്റെ നിലപാട്. LDF കൺവീനർ TP രാമകൃഷ്ണനും ഈ നിലപാട് ആവർത്തിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന CPIയുടെ ആവശ്യം തള്ളിക്കളയാനാണ് CPIMന്റെ തീരുമാനം. LDFിലെ ഘടകകക്ഷി നേതാവുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ മനസ്സ് തുറന്നത്. UDF മുഖ്യമന്ത്രി ആരെന്നറിഞ്ഞ ശേഷം പദവി ഏറ്റെടുക്കണോ വേണ്ടയോ എന്നതിൽ തീരുമാനമെടുക്കും. തന്നെക്കാൾ ജൂനിയറായ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാൽ പ്രതിപക്ഷ നേതാവായി വരാൻ തയ്യാറായേക്കില്ലെന്ന സൂചനയാണ് പിണറായി ഘടകകക്ഷി നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് തുടങ്ങിയ CPIM സംസ്ഥാന നേതൃയോഗങ്ങളിലെ തീരുമാനമായിരിക്കും അന്തിമം. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റം വേണമെന്നും രണ്ടാന്തര നേതാക്കളെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന അഭിപ്രായം സംസ്ഥാന സമിതിയിൽ ശക്തമായി ഉയർന്നാൽ പിണറായി സ്ഥാനമേറ്റെടുക്കാൻ തയ്യാറായേക്കില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ആരാണെന്ന കാര്യം തീരുമാനിക്കാമെന്ന അഭിപ്രായം മുന്നണിയിലെ മറ്റു നേതാക്കളും പങ്കിടുന്നുണ്ട്. എന്തിന് ധൃതി പിടിക്കുന്നത്? ധൃതി പിടിക്കാൻ അവരോട് ചോദിക്കും മുഖ്യമന്ത്രി എപ്പോൾ വരുമെന്ന്. മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ച പോലെ. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന CPIയുടെ ആവശ്യം CPIM ചെവിക്കൊള്ളുന്നില്ല. മുന്നണി യോഗത്തിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് ആവശ്യം പരസ്യമാക്കിയതിൽ അതൃപ്തിയുമുണ്ട്. ഉപനേതാവ് എന്നുള്ളത് അവരവരുടെ അഭിപ്രായം പറഞ്ഞു, അത്ര കാര്യമുള്ളൂ, അങ്ങനെ എടുത്താൽ മതി. അത് ആശാസമരത്തെ സംബന്ധിച്ച ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തെയും CPIM കണക്കിലെടുക്കുന്നില്ല. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.